ഓക്സിജൻ എത്താത്ത മാലിന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ടണലിനുള്ളിലാണ് ജോയിയുടെ ശരീരമുള്ളത് എന്നതാണ് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നതും. അഷിൻ ഡിയാഗോ കൂടി ചേരുന്നുണ്ട് ടി വി പ്രസാദ്. ഞാനൊന്ന് അഷിൻ ഡിയാഗോയിലേക്ക് പോയി വരാം. അഷിൻ ഡിയാഗോ, ഗുഡ് മോർണിംഗ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നിപ്പോൾ തെരച്ചിൽ നാവികസേന ഉദ്യോഗസ്ഥരും ഇറങ്ങുന്നത്. നാവികസേന സ്കൂബ ഡൈവേഴ്സ് എത്തുമ്പോൾ അവരെങ്ങനെയാണ് ഇനി തെരച്ചിൽ ഏതു ഭാഗത്താണ് ഏകോപിപ്പിക്കുന്നത്? അഷിൻ ഡിയാഗോ, ഇന്നലെ നിർത്തിയിടത്തു നിന്ന് ഇന്ന് തുടങ്ങുകയാണോ? അരുൺ, ഗുഡ് മോർണിംഗ്. നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ജോയി കാണാതാകുന്ന ഈ പ്രധാന ടണൽ, ഈ ടണലിന് 30 മീറ്റർ തന്നെ എവിടെയെങ്കിലും തന്നെ ഈ ജോയി കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോഴും ഈ രക്ഷാദൗത്യ സംഘമുള്ളത്. അതേ പാതയിലൂടെ തന്നെയാണ് നേവിയും ഇപ്പോൾ സഞ്ചരിക്കുന്നത്. കാരണം നേരത്തെ നേവി 5 അംഗ സംഘം ഇവിടെ എത്തി സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിരുന്നു. ആ സമയത്ത് ഇന്നലെ എങ്ങനെയാണ് പരിശോധന നടത്തിയത്, എവിടെയൊക്കെയാണ് തെരച്ചിൽ നടത്തിയത്, എന്തൊക്കെ ഉപയോഗിച്ചായിരുന്നു തെരച്ചിൽ നടത്തിയത്, എങ്ങനെയായിരുന്നു ആ രീതി, എവിടെയൊക്കെ നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ NDRF സംഘം ഇത്തരത്തിൽ ഈ നേവി ഉദ്യോഗസ്ഥർക്ക് വിശദീകരിച്ച് നൽകിയിരുന്നു. തുടർന്ന് ഇവർ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കി പിന്നീട് ഈ ടണലിലേക്ക് ഇറങ്ങുന്ന രീതിയിലേക്ക് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഫയർഫോഴ്സിൻ്റെ അടക്കം സ്കൂബ ഈ ടീമിൻ്റെ സഹായത്തോടു കൂടിയാകും ഇപ്പോൾ ഈ പരിശോധന നടത്താൻ ഒരുങ്ങുന്നത്. പ്രധാനമായും സോണാർ സിസ്റ്റം ഉപയോഗിച്ചായിരിക്കും ഈ ഒരു പരിശോധന എന്നുള്ളതാണ്. കാരണം ഇതിനടിയിൽ നേരത്തെ TV പ്രസാദും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സൂചിപ്പിച്ചുകൊണ്ടിരുന്ന ഈ മാലിന്യമല അതിനടിയിൽ എവിടെയോ ആണ് ഈ ജോയി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനിടയിലൂടെ ആ ജോയിയെ കണ്ടെത്തുക എന്നുള്ളത് മനുഷ്യസാധ്യമല്ല എന്നാണ് ഇതിനുള്ളിലേക്ക് ഇറങ്ങിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം സ്കൂബ സംഘത്തിലെ ആളുകളടക്കം പറയുന്നത്. അതുകൊണ്ട് ഇതിന് ഈ സോണാർ സിസ്റ്റം അടക്കമുള്ള സാധ്യതകൾ ഉപയോഗിച്ച് മാത്രമേ ഇനി എന്തെങ്കിലും കാര്യമുള്ളൂ. അല്ല എന്നുണ്ടെങ്കിലാണ് നേരത്തെ പ്ലാൻ B എന്നുള്ള നിലയിൽ ഒരു ഫ്ലഡിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലഡിംഗ് ഉണ്ടാക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മഴ ഏതാണ്ട് ഇവരെ സഹായിക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. ഈ രക്ഷാദൗത്യത്തെ സഹായിക്കുന്ന രീതിയിലായിരുന്നു നേരത്തെ ഈ തിരുവനന്തപുരത്ത് ജില്ലയിൽ പെയ്തുകൊണ്ടിരുന്ന മഴ. അതിശക്തമായ മഴയിൽ ഇപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിൻ്റെ നീര് ഒഴുക്ക് വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല വെള്ളത്തിന്റെ അളവ് ഉയർന്നിട്ടുമുണ്ട്. ഇന്നലെ മുതൽ ടണലിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലല്ലോ അഷിൻ? അവരിറങ്ങാൻ പോവുകയല്ലേ? രാവിലെ 6 മണിക്ക് തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥർ ഇനിയിപ്പോൾ വെള്ളത്തിന്റെ നീരൊഴുക്കും ഒപ്പം തന്നെ ഫ്ലഷിങ്ങും കഴിഞ്ഞതിന് ശേഷം മാത്രമാണോ ഇനി ആ ടണലിലേക്ക് ഇറങ്ങുക? നിലവിൽ ഇല്ല അരുൺ, നിലവിൽ ഉദ്യോഗസ്ഥർ ആരും തന്നെ താഴേക്ക് ഇറങ്ങിയിട്ടില്ല. രക്ഷാദൗത്യം ആരംഭിച്ചിട്ടില്ല. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളിലാണ് ഇവർ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അവർക്ക് ഒരു ഇൻഫ്ലേമബിൾ ബോട്ടൊക്കെ ഇവർ ലോറിയിൽ എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല സ്കൂബ ഡൈവിംഗ് സംഘത്തിന് ആവശ്യമായ ഓക്സിജൻ മാസ്ക്, കയർ, അവരുടെ സ്യൂട്ട് അങ്ങനെ എല്ലാം ഇവിടെ എത്തിച്ചിട്ടുമുണ്ട്. മാത്രമല്ല ഒരു താൽക്കാലികമായ ഒരു ഡെസ്കും ഇവിടെ നേവി ഇവിടെ അവർ സജ്ജീകരിച്ചിട്ടുമുണ്ട്. ഇതിന് ശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി ഈ മഴ കുറച്ചുകൂടി ശക്തിപ്പെട്ട് നീരൊഴുക്ക് അല്പം കൂടി വർദ്ധിച്ചതിന് ശേഷമാകും ഇവർ ഇറങ്ങാൻ സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 3 സംഘവും NDRF, ഫയർഫോഴ്സ് അതുപോലെ നേവി, ഈ 3 സംഘവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. അവരുടെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ആദ്യം ഇവർ ഈ സോണാർ സിസ്റ്റം ഉപയോഗിച്ച് പരിശോധന നടത്തും. അതിനുശേഷമാകും ഫ്ലഡിങ്ങിലേക്കും കാര്യങ്ങളിലേക്കും പോകുക. അതൊരു ഓപ്ഷൻ B ആണ്. കാരണം ഈ മഴ പെയ്തതോടുകൂടി വെള്ളം നീരൊഴുക്ക് എല്ലാം വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഫ്ലഡിങ്ങിന്റെ എന്തായാലും ഉദ്യോഗസ്ഥർ നീരൊഴുക്ക് കൂടുന്ന ഒരു സാഹചര്യത്തിൽ ടണലിലേക്ക് ഇറങ്ങും. അതിനു മുമ്പ് അവർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി, സോണാർ സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി ഈ ഒബ്ജക്റ്റുകൾ എവിടെയൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതൊന്ന് പരിശോധിക്കും. പക്ഷേ വളരെ ദുർഘടമായി ഇപ്പോഴും തുടരുന്നത് ഒരു മാലിന്യ മല തന്നെ ഈ ടണലിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഫ്ലഷിങ്ങിന് ശ്രമിച്ചിരുന്നു. പക്ഷേ ഫ്ലഷിങ്ങിന് ശ്രമിച്ചെങ്കിലും പൂർണ്ണമായി വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ നീരൊഴുക്ക് കൂടുന്ന സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായിട്ട് ഒരു പ്രതികരണം കൂടി ഫയർഫോഴ്സിൻ്റെയും ഉദ്യോഗസ്ഥൻ്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്. കേൾക്കാം. ഡൈവിംഗ് നമ്മൾ മറ്റു കാര്യങ്ങൾ വരുന്നത് ഡൈവിംഗ് ചെയ്യാനായിട്ട് ഇന്നലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് പോകുമ്പോഴത്തേനും എന്തെങ്കിലും കാണാൻ സാധിക്കുന്നു? എന്താണ് പൊതുവിലൊരു അവസ്ഥ? ഇല്ല, 0 വിസിബിലിറ്റിയാണ്. ഇന്നലെ വെള്ളം കുറവായിരുന്നു. പക്ഷേ ഓക്കെ, താങ്ക് യു അഷിൻ. ഇപ്പോൾ ആ ഉദ്യോഗസ്ഥൻ വിജിനാണ് നമ്മളോട് സംസാരിച്ചത്. ഇന്നലെ 0 വിസിബിലിറ്റി ആയിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല നീരൊഴുക്ക് ഇന്നലെ കുറവായിരുന്നു. ഇന്നിപ്പോൾ മഴ അല്പം പെയ്തതോടുകൂടി ചെറിയ നീരൊഴുക്ക് കൂടിയിട്ടുണ്ട്. ഇനിയൊരു തടയണ കെട്ടി വെള്ളം ഇടവേളകളിൽ ഫ്ലഷ് ചെയ്തിട്ട് ഭാഗത്തുള്ള മാലിന്യ കൂമ്പാരത്തെ താഴേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുക. അതിനിടയിൽ ജോയിയുടെ ശരീരമുണ്ടോ എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ മണിക്കൂറുകൾ പിന്നിടുകയാണ്. 35 മണിക്കൂറാവുന്നു. ഇനി ഈ ഉദ്യോഗസ്ഥർ NDRFിൻ്റെ സംഘമുണ്ട്, കേരള സ്റ്റേറ്റ് ഫയർ റെസ്ക്യൂ ആൻഡ് സർവീസ് സംഘത്തിൻ്റെ സ്കൂബ ഡൈവിംഗ് ടീമുണ്ട്, നേവിയുടെ സ്കൂബ ഡൈവിംഗ് ടീമുമുണ്ട്.